നമ്മുടെ രാജ്യത്തെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് എന്ന മഹാരാജാസ് കോളേജ്, പഴയ മഹാരാജാസ് കോളേജാണ്, ഇപ്പോൾ അത് യൂണിവേഴ്സിറ്റി കോളേജാണ്. ആ കോളേജിൽ BSc ജിയോളജിക്കും MSc ജിയോളജിക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് വാങ്ങി പാസ്സായ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ശ്രീ അജിത് കുമാർ IPS. പഠന മികവ് കൊണ്ട് തന്നെ റാങ്ക് കിട്ടിയതുപോലെ ആ വർഷം തന്നെ തിരുവനന്തപുരം സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, അതിപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആണ്, ഇപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ്, അന്നത് സംസ്ഥാന ഗവൺമെൻറ് കീഴിലാണ്, നടപ്പിലാക്കിയ പഞ്ചായത്ത് വിഭവ ബോർഡ് നിർമ്മാണം എന്ന പദ്ധതിയിൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ശ്രീ അജിത് കുമാറിന് എർത്ത് സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടി. പ്രസ്തുത സ്ഥാപനത്തിൽ ഞാനും ശ്രീ അജിത് കുമാർ IPSനോടൊപ്പം ജോലിയിലുണ്ടായിരുന്നു. ആ ജോലിയിൽ തുടരവെയാണ് തുടക്കമെന്നുള്ള നിലയിൽ ആ ജോലി എല്ലാവർക്കും സ്ഥിരമായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ആളുകൾ ആ പദ്ധതിയിൽ തുടർന്നിരുന്നവർ സ്ഥിരമായി സർക്കാരിൻ്റെ സ്ഥിരം ജീവനക്കാരായി മാറി. ഞാനൊക്കെ എർത്ത് സയൻസ് സ്റ്റഡീസിൽ നിന്നും മാറി മറ്റ് പല സ്ഥാപനങ്ങളിലുമൊക്കെ പോയി, ഡെപ്യൂട്ടേഷനിലും അല്ലാതെയൊക്കെ നിരവധി സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ശ്രീ അജിത് കുമാർ IPS അവിടെ ജോലി ചെയ്തിരുന്നപ്പോഴാണ് അദ്ദേഹം കേരളത്തിലാകെ പഞ്ചായത്ത് വിഭവ ഭൂപട നിർമ്മാണത്തിൻ്റെയും നീർത്തടാകർഷക വികസന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി പഠനത്തിനും റിപ്പോർട്ടുകളും ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കാൻ കേരളത്തിലാകെ സഞ്ചരിച്ചിരുന്നു, ധാരാളമായി സഞ്ചരിച്ചിരുന്നു. മിടുക്കനായ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആ കാലയളവിലാണ് അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് താല്പര്യം വരികയും അങ്ങനെ മാറിപ്പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ കാലയളവിൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൽ 5 സയൻറ്റിസ്റ്റുമാരുടെ സ്ഥിരം വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂവിൽ ശ്രീ അജിത് കുമാർ IPSും പങ്കെടുത്തു. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ ജിയോളജിയും ജിയോഗ്രഫിയും എർത്ത് സയൻസുമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും നന്നായി ആൻസർ പറഞ്ഞപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, താങ്കൾ മിടുക്കനാണ്, താങ്കൾ ഇവിടെ ഒന്നും നിൽക്കരുത്, കുറച്ചുകൂടി ഉയർന്ന ജോലികളിലേക്ക് പോകണം. അപ്പോഴൊരു വാശിയൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ, അതെനിക്ക് അറിയാനില്ല, വ്യക്തിപരമായി അറിയില്ല, എങ്കിലും ഒരു വാശിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതാൻ തീരുമാനിച്ചു. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലായിരുന്നു കൂടുതലും അദ്ദേഹം പഠനത്തിനായി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ജിയോളജി പഠിച്ചിരുന്ന മറ്റ് നിരവധി പേർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും പബ്ലിക് ലൈബ്രറിയിലും റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിച്ച് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി, അവിടെ നിന്നും ലീവ് എടുത്തിരുന്നു. ഇന്ത്യൻ കസ്റ്റംസ് സർവീസിൽ അദ്ദേഹത്തിന് സർവീസ് കിട്ടി. അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം IPSലേക്ക് പോകുന്നത്. IASലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹമെന്ന് പലപ്പോഴും ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു. പക്ഷേ IPSലാണ് അദ്ദേഹത്തിന് ഫിക്സ് ചെയ്ത് കിട്ടിയത്. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി, മണക്കാട് മുത്തുകൃഷ്ണൻ്റെയും രാജമ്മാളുടെയും മകനായി ജനിച്ച് നല്ല അർപ്പണ മനോഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനായി തന്നെ ജീവിച്ച വ്യക്തിയാണ്. സിവിൽ സർവീസിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ജോലി തിരക്കുകൾ കാരണം ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല. അന്ന് പഞ്ചായത്ത് വിഭവ നിർമ്മാണ പദ്ധതിയിൽ നിന്ന് മറ്റ് ഭൗമശാസ്ത്രജ്ഞന്മാർ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി സ്ഥിരമായി. കുറേ പേർ പിന്നെ വളരെ ഉയർന്ന ജോലികളിലേക്ക് പോയി. പലരും PhD എടുത്തു, പ്രൊഫസർമാരായി, കോളേജ് അധ്യാപകരായി,
സ്കൂൾ പ്രിൻസിപ്പാൾമാരായി, പത്രരംഗത്ത് പോയി, വിവിധ രംഗങ്ങളിൽ പോയി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി. പലരും, ചിലരെങ്കിലും റിട്ടയർ ചെയ്തു, ചിലർ ഇപ്പോഴും സർവീസിലുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും മിടുക്കനായി മെരിറ്റിൽ പാസ്സായി വലിയ മെരിറ്റിൽ IPS കിട്ടിയ ശ്രീ അജിത് കുമാർ അവർകൾ DGP ആയും അത് കഴിഞ്ഞാലും മറ്റ് തസ്തികകൾ, കാര്യം ഇവിടെ കേരളത്തിലൊക്കെ DGP ആയൊക്കെ റിട്ടയർ ചെയ്താൽ കഴിവ് തെളിയിക്കുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ അത്യാവശ്യം സ്പോൺസർമാരും സഹായിക്കാൻ ആളും, അല്ലെങ്കിൽ നമുക്ക് ശുപാർശ ചെയ്യാനൊക്കെ ആളുണ്ടെങ്കിലും പിന്നെ കഴിവുണ്ടെങ്കിലും, രണ്ട് തരത്തിലുമുണ്ട്, പോസ്റ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെയും ശുപാർശ ഇല്ലാതെ തന്നെ കഴിവുകൾ കൊണ്ട് പോസ്റ്റ് കിട്ടാവുന്ന ഒരു സീനിയർ IPS ഓഫീസറാണ് ശ്രീ അജിത് കുമാർ. ഇറ്റാലിയൻ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ ആ മികവ് നാം കണ്ടതാണ്. അതൊരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്രയും മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ, മിടുക്കനായ വിദ്യാർത്ഥി, കോളേജിൻ്റെയും നാടിൻ്റെ അഭിമാനമായിരുന്ന ഒരു വ്യക്തി, ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്ന് വരുന്നു. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം, ഇതൊരു കെട്ട കാലമാണ്. ആഗോളവൽക്കരണത്തിൻ്റെയും മൂലധന ശക്തികളുടെയും ഒക്കെ വല്ലാത്ത യുഗത്തിലാണ് നാം താമസിക്കുന്നത്. സത്യാനന്തര കാലമെന്ന് പറയാവുന്നതും നുണകളും കള്ളങ്ങളും എല്ലാം ചേരുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് മനുഷ്യർ നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശ്വാമിത്ര മഹർഷിയും മേനകയുമായിട്ടൊരു കഥയുണ്ട്. അത് തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും, വിശ്വാമിത്ര മഹർഷി കണ്ണടച്ച് തപസ്സിരുന്നപ്പോൾ മേനക നൃത്തം ചെയ്യുകയും ആ നൃത്തത്തിൻ്റെ സൗരഭ്യം കൊണ്ട്, ഗന്ധം കൊണ്ട്, അന്തരീക്ഷത്തിലുണ്ടായ ഗന്ധം കൊണ്ട് തപസ് പിടിച്ച് നിൽക്കാൻ കഴിയാതെ വിശ്വാമിത്രൻ കണ്ണു തുറന്നു എന്നൊക്കെ കഥയുണ്ട്. മേനകയെ വിശ്വാമിത്രൻ അല്ലാതെ സ്വന്തമാക്കുവാനും സ്വന്തമാക്കിയതായിട്ടും ഒക്കെ പറയുന്നു. അത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു ചരിത്രം. ഞാൻ പറയാൻ വന്നത്, മാനവരാശി ഉണ്ടായ കാലം മുതൽ തന്നെ മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്ക് പുരുഷന്മാരോട്, പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ സമ്പത്ത്, അധികാരം, ഇതെല്ലാം മനുഷ്യരെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരെ ഭ്രമിപ്പിക്കാറുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരെ ഭ്രമിപ്പിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രീ അജിത് കുമാർ സൂക്ഷിച്ചില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ആരെ വേണോ ട്രാപ്പ് ചെയ്യാവുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പുറത്തു വരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലുള്ള ഊഹാഭോഗങ്ങളുടെയും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലോ നമ്മളൊരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ജോലിയും തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ കരിയറും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് വ്യക്തി ജീവിതമുണ്ട്, ഒരു കുടുംബ ജീവിതമുണ്ട്, ഒരു സാമൂഹ്യ ജീവിതമുണ്ട്, ഒരു കരിയറുണ്ട്, ഒരു തൊഴിൽ ജീവിതമുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം, മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ അതേസമയം തന്നെ ഒരു കുടുംബമാകുമ്പോൾ, കുടുംബത്തിൻ്റെ അംഗമാകുമ്പോൾ വീണ്ടും നമ്മളിലെ പല കാര്യങ്ങളിൽ നമുക്ക് മിതത്വവും അച്ചടക്കവും ഒക്കെ പാലിക്കേണ്ടി വരും. മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ മാറി ഒരു കുടുംബാംഗമാണ്. സാമൂഹ്യ ജീവിയാകുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹം വിലയിരുത്തും. പ്രത്യേകിച്ച് പൊതു സ്വത്തിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർ, പൊതുസമൂഹത്തിൻ്റെ ചെലവിൽ ജീവിക്കുന്നവർ, അത് ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ മന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ പാർലമെന്റ് രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളായാലും പൊതുസമൂഹത്തിൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു നാലാം കണ്ണ്, ഒരു ഫോർത്തായി അല്ലെങ്കിൽ ഒരു അഞ്ചാം കണ്ണ് കാണും, എപ്പോഴും കാണും. അവരങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. ഇവർ ശരിയാണോ, ഇവരുടെ സ്വത്ത് എത്രയാണ്, ഇവരുടെ ജീവിതശൈലി എന്താണ്, ഇവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു, ഇവർക്ക് എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട്, ഇവർക്ക് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, അതെൻ്റെ ഒരു അഭിപ്രായമാണ്, ശ്രീ അജിത്തിൻ്റെ തീരുമാനം, IPS തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം തെറ്റായിപ്പോയി എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം,
ഒരുപക്ഷെ അദ്ദേഹം സയൻറ്റിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് മറ്റേതെങ്കിലും സംവിധാനങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു സയൻറ്റിസ്റ്റിനെയോ പ്രൊഫസറെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലി തിരഞ്ഞെടുത്തു. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അത് അദ്ദേഹം ശരിയായിട്ടായിരിക്കും തിരഞ്ഞെടുത്തത്, കറക്റ്റായിട്ടായിരിക്കും അന്നത്തെ തീരുമാനം. അദ്ദേഹത്തിന് വ്യക്തിപരമാണ് ആ തീരുമാനം. പക്ഷെ അത് ചേർന്നതിന് ശേഷം നമുക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ നിൽക്കുന്നവരും നാട്ടിലെ കരാറുകാരും മറ്റ് മൂലധന ശക്തികളും എല്ലാവരും അധികാര സ്ഥാനത്തുള്ളവരെ സ്വാധീനിക്കുവാനും അവരുടെ ചുറ്റും നിന്ന് സർക്കിളുകൾ ഉണ്ടാക്കുവാനും അവരെ തെറ്റിലേക്ക് നയിക്കുവാനും അവരെ കൂടി ഉൾപ്പെടുത്തി ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരെ കൂടി അതിനകത്ത് ആ റാക്കറ്റ് പോലെ അവരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയൊക്കെ പോകുന്ന രീതികൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ തലമുറയിൽപ്പെട്ട സിവിൽ സർവീസ് അടക്കമുള്ള ജോലി തേടുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായും കുറേ കൂടി ജാഗ്രത പുലർത്തണം. എന്തിനാണ് ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ, ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെട്ട കാലത്ത് സത്യാനന്തര യുഗത്തിൽ ഒരുപാട് ശക്തികൾ നമ്മെ തേടിയെത്തും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ദൗർബല്യങ്ങൾ, മദ്യപിക്കുന്നവരാണോ, അല്ലെങ്കിൽ സ്ത്രീകളോട് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് താല്പര്യമുള്ളവരാണോ, സ്ത്രീകളാണെങ്കിൽ തിരിച്ചെന്തെങ്കിലും താല്പര്യമുള്ളവരാണോ, പണം വാങ്ങുന്നവരാണോ, നമുക്ക് വീട് വെക്കാൻ മോഹമുള്ളവരാണോ, നമുക്ക് വലിയ കാറ് വാങ്ങാൻ മോഹമുള്ളവരാണോ, എന്താണ് നമ്മുടെ മോഹം? ഭക്ഷണത്തിനുള്ള ദൗർബല്യമാണോ? എന്താണോ നമ്മുടെ മോഹങ്ങൾ, ദൗർബല്യങ്ങൾ, ഇത് ചൂഷണം ചെയ്ത് അഴുക്കിൻ്റെ ശക്തികൾ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും. അവിടെ നമ്മൾ വലിയ ജാഗ്രത പുലർത്തണം. അപ്പം നമ്മളൊരു ജോലിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും പാഷനായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കുകയും ആ ജോലിയിൽ നമ്മൾ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി ജീവിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ എങ്ങനെ കരിയർ തുടങ്ങി, അല്ലെങ്കിൽ പഠനം തുടങ്ങി, ജീവിതം തുടങ്ങി എന്നുള്ളതല്ല പ്രധാനം. അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനം എങ്ങനെ ജീവിതം അവസാന കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് മരിച്ചിട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഇട്ടിട്ട് പോകുന്ന ബാക്കിപത്രം എന്താണ്, നമ്മെക്കുറിച്ച് സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നമ്മുടെ കുടുംബം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, വരുന്ന തലമുറ, നമ്മുടെ മക്കൾ, ചെറുമക്കളൊക്കെ എങ്ങനെയാണ് നമ്മെ വിലയിരുത്തുന്നത് എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇവിടെ എങ്ങനെ ജനിച്ചു, എന്തിനു ജനിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ പ്രധാനം, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം എന്തൊക്കെ നൽകി എങ്ങനെയാണ് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവസാന കാലഘട്ടത്തിലേക്കുള്ള ഒരു കണക്കെടുപ്പാണ്. മരണത്തോടൊപ്പം സമൂഹവും വീട്ടുകാരും നാട്ടുകാരും കുടുംബവും എടുക്കുന്ന ഒരു കണക്കെടുപ്പ് കൂടിയാണ് ജീവിതമെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ആ ഒരു സന്ദേശം കൂടി പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, ഗവേഷണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത വ്യക്തി ഇത്തരത്തിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും മുൾമുനയിൽ നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിൻ്റെ സത്യം അസത്യമൊക്കെ കാലവും ചരിത്രവും തെളിയിക്കട്ടെ, തെളിവുകൾ സംസാരിക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കുന്നു, അതതിൻ്റെ വഴിക്ക് വരട്ടെ. എന്തായാലും പഞ്ചായത്ത് വിഭവ നിർമ്മാണത്തിൻ്റെ ഭാഗമായും നീർത്തടാക വികസനത്തിൻ്റെ ഭാഗമായും കേരളത്തിൽ ഒരു സംഘം ശാസ്ത്ര ഗവേഷകർ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നു. അവർക്കെല്ലാം ഒരേ അഭിപ്രായമാണ് ശ്രീ അജിത്തിനെ കുറിച്ച് പറയുവാനുള്ളത്. ഞങ്ങളുടെ നല്ല സുഹൃത്തും നല്ല അക്കാഡമീഷ്യനും നല്ല മിടുക്കനുമായ ആളായിരുന്നു ശ്രീ അജിത് കുമാർ. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാലം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ചുകൊണ്ട് കണ്ണും കാതും വായും എല്ലാം നന്നായി തുറന്നു വച്ച് സൂക്ഷിച്ച് വളരെ ഗൗരവത്തോടു കൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മൾ ചതിക്കുഴികളിലും അപകടങ്ങളിലും വീഴുന്നു എന്നറിയാൻ കഴിയില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. തീർച്ചയായും നമുക്ക് പഠിക്കുന്ന കുട്ടികൾ, സിവിൽ സർവീസിലേക്കൊക്കെ വരുന്നവർ, അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നവർ തീർച്ചയായും സൂക്ഷിക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും സമൂഹം വിലയിരുത്തുന്നു. അത് പവിത്രമായി നന്നായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. എന്തായാലും
ശ്രീ രാജ്കുമാർ അവരുടെ കാര്യത്തിൽ കാലവും ചരിത്രവും സത്യം തെളിയിക്കട്ടെ. ഓക്കെ.